ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫോണിൽ ഗൂഗിളിലും ഗൂഗിൾ ക്രോമിലായിട്ട് പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മറ്റുള്ളവർ കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം സെർച്ച് ചെയ്യുന്ന ഇതെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ അത് സേവായി കിടക്കുന്നുണ്ട്. ആ സെർച്ച് ഹിസ്റ്ററിയിൽ സേവായി കിടക്കുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് തുടരുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് കാണുന്ന നമ്മുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണുന്ന പേജിൽ അടിയിലോട്ട് നോക്കുമ്പോൾ സെർച്ച് ഹിസ്റ്ററി എന്ന് കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ വെബ് ആക്ടിവിറ്റികളും സെർച്ചുകളും ഇതിൽ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ ഇവിടെ ഡിലീറ്റ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഡിലീറ്റ് ഓൾ ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെലക്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഡിലീറ്റ് കൊടുത്താൽ ഇതിൽ നിന്നും ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അങ്ങനെ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലോട്ട് നോക്കുമ്പോൾ സെറ്റിങ്സ് എന്ന് കാണിക്കും. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററികളും ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് ഇതിൻ്റെ അടിയിൽ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡിലീറ്റ് എന്ന് കൊടുത്താൽ ഇതിൽ നിന്നും ഡിലീറ്റായി പോകുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.